നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥികളെല്ലാം പ്രചാരണ ചൂടിലാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇക്കുറി തൃശൂരിൽ താമര വിരിയിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ആയിരിക്കുന്നത്. പ്രചാരണ രംഗത്ത് അദ്ദേഹം സജീവമായി തന്നെ ഉണ്ട്. പലയിട യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്, വോട്ടർമാരെ നേരിൽ കാണുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികളൊക്കെ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. തൃശൂർ കണ്ണംകുളങ്ങര കുടുംബയോഗം, പെരിങ്ങാവ് പോപ്പുലർ ഓട്ടോമൊബൈൽസ് എന്നിവിടങ്ങളിൽ സുരേഷ് ഗോപി സന്ദർശനം നടത്തി. നിരവധി വ്യക്തികളായിരുന്നു അദ്ദേഹത്തെ ഇവിടങ്ങളിലൊക്കെ സ്വീകരിക്കാൻ എത്തിയത്. ഈ യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. മുക്കാട്ടുകാര കുടുംബയോഗത്തിലും സുരേഷ് ഗോപി പങ്കെടുത്തു. നിരവധി വനിതകൾ പരിപാടിയിൽ പങ്കെടുത്തു. അവർക്കൊപ്പം ഫോട്ടോ എടുക്കാനും അവർക്കൊപ്പം സംവദിക്കാനും ഒക്കെ സ്ഥാനാർത്ഥി സമയം കണ്ടെത്തി. നടത്തറ ലിയോ ഫാർമ ഡിസ്ട്രിബ്യൂഷൻ സന്ദർശിച്ചു. അവിടുത്തെ തൊഴിലാളികളുമായി അദ്ദേഹം സൗഹൃദം പങ്കുവച്ചു. അതേസമയം ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികൾ. അതേസമയം ഏറ്റവും പുതിയതായി അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു പ്രതികരണം കൂടി നമുക്ക് നോക്കാം. കഴിഞ്ഞ തവണ എന്നെ തോൽപ്പിച്ചെങ്കിലും അന്നു മുതൽ താൻ ഇവിടെ തന്നെയുണ്ടെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയമായും അല്ലാതെയും ഒരുപാട് പരിപാടികൾ തൃശ്ശൂരിൽ നടത്തി. അതിൽ വലിയ ജനപങ്കാളിത്തമുണ്ടായി. അവരുമായി എല്ലാം പങ്കുവച്ചിട്ടുണ്ട്. അവരെ എൻ്റെ ഹൃദയം അറിയിച്ചിട്ടുണ്ട്. ഹൃദയത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയ കാര്യങ്ങളും അവരുടെ ബുദ്ധിയും കൂടി ചേർന്നെടുത്ത് വലിയൊരു വികസന സാധ്യതയുണ്ടെന്ന് ജനം തിരിച്ചറിയും. അത് വോട്ടാകുമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർ വോട്ട് ചെയ്താൽ മതി. വികസനം എന്നത് അവകാശം തന്നെയാണ്. ആ അവകാശം കൊണ്ടുവരുന്നതിന് പ്രാപ്തിയുള്ളവർ വേണം. ഞാനത് തെളിയിച്ചു എന്നൊന്നും വീമ്പ് പറയുന്നില്ല. എങ്കിലും ചെയ്തതൊന്നും ചെയ്തില്ല എന്നാവില്ലല്ലോ. അതൊക്കെ ഇവിടെ ദൃശ്യവുമാണ്. ഇവിടെ ഞാൻ എല്ലാവരെയും കണ്ടു കഴിഞ്ഞു. ഈ ചേംബറിലും ഒരു വോട്ടല്ല, അതിൽ കൂടുതലുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട്, അദ്ദേഹത്തിന്റെ സ്റ്റാഫുണ്ട്. അവർക്കെല്ലാം സ്വതന്ത്ര ചിന്താഗതിയുണ്ട്. വോട്ട് എന്നത് പൗരന്റെ അവകാശമാണ്, രാഷ്ട്രീയക്കാരന്റെ അവകാശമല്ല. ആ പൗരന്മാരോടാണ് ഞാൻ വോട്ട് തേടുന്നത്, രാഷ്ട്രീയക്കാരോടല്ല എന്നാണ് സുരേഷ് ഗോപി ഏറ്റവും ഒടുവിലായിട്ട് തന്റെ പ്രചാരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചടങ്ങിനിടെ പറഞ്ഞത്.